തൊട്ട് മുമ്പിൽ നിൽക്കുന്നത് ആദാമിന്റെ ചായക്കടയിലാണ്. കയറി വരുമ്പോ തന്നെ നല്ലൊരു ഫീലാണല്ലേ. അതാണ് ഒരുപാട് തലമുറകളുടെ ഓർമ്മകൾ. റേഡിയോ പല കാലഘട്ടത്തിലെ സാധനങ്ങൾ, വെറൈറ്റി സാധനം, ബേജാറായ ബ്രെയിൻ ഫ്രൈ, കൽബും കരളും ഫ്രൈ, കൽബും കരളും, ഇളനീർ ചരണ്ടി ഐസ്, നല്ല വെറൈറ്റീസ് ആണ്. ഇതിന്റെ ഒക്കെ ഐഡിയ ആരാന്നറിയോ? ഒരു മ്യൂസിയത്തിൽ കയറിയ ഫീല്. അയ്യോ, നമ്മൾ അവിടെ കണ്ടതൊന്നുമല്ല. അല്ല, അതിലും AC റെസ്റ്റോറന്റ്. ഓ, ഇത് AC റെസ്റ്റോറന്റ് അല്ലേ? അതെ അതെ. എന്തൊക്കെ സാധനം അവിടെ ഇരിക്കുന്നത്. ഇതൊക്കെ നോക്ക്, ബെച്ചാൽ മറക്കാത്ത 100 വർഷം മുമ്പത്തെ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. 100 അല്ല കൂടുതലുണ്ടാവും. ഇനി എന്തായാലും ഇവിടുത്തെ വിശപ്പ് കൂടി ഐറ്റംസിനെ പരീക്ഷിക്കുന്ന സമയമാണ്. അപ്പൊ മറ്റേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താ ചുട്ടെടുത്ത് വറുത്ത കോഴി, ഓടിപ്പോയ ചുട്ടെടുത്ത കോഴി, പലയിടത്തും കേട്ടിട്ടുണ്ട്. ഇവിടുത്തെ വെറൈറ്റീസ് എന്തൊക്കെയാ നമുക്ക് കാണാം. അപ്പൊ സ്റ്റാർട്ടർ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഐറ്റംസ് ഒക്കെ എത്തിയിട്ടുണ്ട്. കുഞ്ഞി ഐറ്റംസ്. ഒന്നൊന്നര സ്റ്റാർട്ടർ ആട്ടോ. കുഞ്ഞല്ല, വളരെ വലിയ ഐറ്റംസ്. അതിന്റെ പേരൊക്കെ വളരെ വെറൈറ്റി ആണ്. ഇതിന്റെ പേര് കിതാബിലെ കോഴി. ഒരു കോഴി മറ്റൊരു കോഴി. അതെ. ഇത് മൊഞ്ചത്തിട്ടാട്ട്. അളിയ, ഇത് കഴിക്കാനുള്ളതല്ല. ഞാൻ പപ്പടം പോലെ പപ്പടമല്ല, മറ്റേ ബോംബെ വല അല്ല. ഇതിലെ മുകളിൽ ഇരിക്കുന്ന സാധനങ്ങൾ ചിക്കൻ ടാട്ട് അല്ലേ? ചിക്കൻ ടാട്ട്. ഇത് ബീഫ് ഫ്രൈ ടാട്ട്. ഓക്കെ. അപ്പൊ എല്ലാ പേരിലും ഒരു വെറൈറ്റി ഉണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഇതൊന്ന് സ്റ്റാർട്ടർ നോക്കാം. നല്ല വെയിറ്റ് ഉണ്ട്. ഇങ്ങനെ എടുക്കുന്നു, ഇങ്ങനെ കഴിക്കുന്നു. നല്ല ക്രീമിയാണ്. നല്ല കുറച്ച് മധുരവും കുറച്ച് എരിയും അല്ലേ? നല്ല രസമുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. പുറത്ത് പറയണ്ട. കിതാബിലെ കോഴി 1.5 കോഴി കേട്ടോ. അപ്പം ഒന്നുകൂടെ ഒന്ന് കഴിക്കാം. നല്ല രുചിയുണ്ട്. നല്ല കിടിലനായിട്ടുണ്ട്. ലൈഫിൽ ഫസ്റ്റ് ടൈം കഴിക്കുന്നത്. അടിപൊളി അല്ലേ? നന്നായിട്ടുണ്ട്. ഇത് കഴിക്കേണ്ട ആരാന്നുള്ള കാര്യം തീരുമാനമായി. ആര്? ആ പള്ളി പറഞ്ഞാൽ മതി. അങ്ങനെ ഇത് നീ കഴിക്കണം, അത് ഞാനായിരിക്കും കഴിക്കും. അത് നമുക്ക് അതിന് ടേസ്റ്റ് നോക്കാം. ഓക്കെ. ഇത് കുറച്ചുകൂടെ ഉണ്ട്. ടേസ്റ്റി ആണ്, സീരിയസ്ലി അടിപൊളിയാണ്. അപ്പൊ നമുക്ക് അടുത്ത ഐറ്റം നോക്കിയാലോ? ഓക്കെ. അപ്പൊ ഇത് ചിക്കൻ ടാട്ട്, മൊഞ്ചത്തി ടാട്ട് എന്നാണ് പേര്. എന്റെ കൈ കൊണ്ട് നിനക്കെടുത്ത് ഇതാണ് ചിക്കൻ ടാട്ട്, മൊഞ്ചത്തി ടാട്ട്. കാണുമ്പോൾ തന്നെ ഒരു മൊഞ്ചുണ്ട്. അത് കഴിക്കണോ, അത് കഴിച്ചിട്ട് ഫിനിഷ് ചെയ്യണോ, കൺഫ്യൂഷൻ ആയി. ഞാൻ പിടിച്ചോളാം. ഇത് ചിലപ്പോൾ അത് മിസ്സാവും. ഇതൊന്നും എങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കാം. ബ്രോ, ഇത് വേറെ സാധനമാണ്. നമ്മളിപ്പോൾ കഴിച്ച സെയിം ചിക്കൻ തന്നെയാണെങ്കിലും ഇത് വേറൊരു വെറൈറ്റി സാധനമാണ്. കിടിലായിട്ടുണ്ട് സാധനം. നല്ല ക്രീമൊക്കെ അടിപൊളിയായിട്ട്. എനിക്കൊന്ന് ഈ സ്റ്റാർട്ടറൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ഇനിയിപ്പോൾ വേറെ വരുന്ന ഫുഡൊക്കെ എന്തായിരിക്കും? നീ അതൊക്കെ കഴിക്കണോ? ചിക്കൻ ടാട്ട് എന്നാണ് അതിൻ്റെ പേര് ശരിക്കുള്ള. വാവ്. ഇതിൽ വരണം ബാക്കിയുണ്ട്. അതിൻ്റെ കാര്യം നമ്മൾ പിന്നെ തീരുമാനമാണ്.